ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ +1 മാത്തമാറ്റിക്സിലെ ചാപ്റ്റർ 1 ആയ സെറ്റ്സ് എന്ന പാഠത്തിലെ 2018 ഫൈനൽ എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം, ഇഫ് എ ആൻഡ് ബി ആർ ഇവന്റ്സ് സച്ച് ദാറ്റ് പി ഓഫ് എ ഈക്വൽ ടു 1/4, പി ഓഫ് ബി ഈക്വൽ ടു 1/2, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു 1/6, then find P of A or B, P of not A and not B. P of A equal to 1/4, P of B equal to 1/2, P of A intersection B equal to 1/6 ആയ രണ്ട് ഇവന്റുകൾ ആണ് എ ബി എങ്കിൽ P of A or B കാണുക, P of not A and not B കാണുക. നമുക്കറിയാം, സെറ്റ്സ് എന്ന പാഠത്തിന്റെ പ്രാക്ടിക്കൽ സെക്ഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? N of A union B equal to N of A plus N of B minus N of A intersection B. ഇവിടെ N ഓഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്പർ ഓഫ് എലമെന്റ്സ്. അതായത് എ യൂണിയൻ ബി എന്ന സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണം, എ എന്ന സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണം, ബി എന്ന സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണം, എ ഇന്റർസെക്ഷൻ ബി എന്ന സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണം. ഇനി ഇവിടെ N ഓഫ് എന്നുള്ള സ്ഥാനത്ത് പി ഓഫ് വന്നു കഴിഞ്ഞാലും ഇക്വേഷൻ സെയിം തന്നെയാണ്. പി ഓഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് അഥവാ സാധ്യത. പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. നമുക്കറിയുന്ന ഒരു കാര്യമുണ്ട്, യൂണിയൻ എന്നതുകൊണ്ട് ഓർ എന്നും ഇന്റർസെക്ഷൻ എന്നതുകൊണ്ട് ആൻഡ് എന്നുമാണ് സൂചിപ്പിക്കുന്നത്. ഇനി ആദ്യത്തെ ചോദ്യം നോക്കാം. ആദ്യം കണ്ടുപിടിക്കേണ്ടത് പി ഓഫ് എ ഓർ ബി ആണ്. അതായത് ഓറിന്റെ സ്ഥാനത്ത് എന്താണ്? പി ഓഫ് എ യൂണിയൻ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. പി ഓഫ് എ യൂണിയൻ ബിയുടെ ഇക്വേഷൻ എന്താണ്? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇനി പി ഓഫ് എ എത്രയാണ്? 1/4 പ്ലസ് പി ഓഫ് ബി എത്രയാണ്? 1/2 മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എത്രയാണ്? 1/6. ഇത് കാൽക്കുലേറ്ററിൽ നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 7/12 എന്ന് കിട്ടും. അടുത്ത ചോദ്യം, പി ഓഫ് നോട്ട് എ ആൻഡ് നോട്ട് ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം തന്നെ ഇവയെ നമുക്ക് സെറ്റ്സിന്റെ ഓപ്പറേഷൻസിലേക്ക് മാറ്റണം. നമുക്കറിയാം, ആൻഡും ഓറും ഇന്റർസെക്ഷനെയും യൂണിയൻ ഓപ്പറേഷനെയുമാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ നോട്ട് എ നോട്ട് ബി എന്നത് കോംപ്ലിമെന്റ് ഓപ്പറേഷൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എ ഡാഷ് ബി ഡാഷ് ഇവയൊക്കെയാണ് നോട്ട് എ നോട്ട് ബി എന്ന് സൂചിപ്പിക്കുന്നത്. എ ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? യൂണിവേഴ്സൽ സെറ്റിലുള്ളതും എ എന്ന സെറ്റിൽ ഇല്ലാത്തതുമായ എലമെന്റ്സുകളെയാണ് നമ്മൾ എ ഡാഷ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നോട്ട് എ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിലെ സെറ്റ്സ് ഓപ്പറേഷൻ രീതിയിലേക്ക് ഇത് എഴുതുകയാണെങ്കിൽ എങ്ങനെ വരും? പി ഓഫ് നോട്ട് എ എന്നത് എ ഡാഷ് ആൻഡ് എങ്ങനെ വരും? ഇന്റർസെക്ഷൻ നോട്ട് ബി എന്നത് ബി ഡാഷ്. ഇനി നമ്മൾ പഠിച്ചൊരു ലോ ഉണ്ട്, ഡി മോർഗൻസ് ലോ. എന്താണ് ഡി മോർഗൻസ് ലോ? എ യൂണിയൻ ബി ഹോൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. ഇതാണ് ഡി മോർഗൻസ് ലോ. ഇവിടെ എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷിന് പകരമായിട്ട് നമുക്ക് എന്ത് എഴുതാം? എ യൂണിയൻ ബി ഹോൾ ഡാഷ് എന്ന് എഴുതാം. പി ഓഫ് എ യൂണിയൻ ബി ഹോൾ ഡാഷ്. അതായത് പ്രോബബിലിറ്റി ഓഫ് നോട്ട് പി ഓഫ് എ യൂണിയൻ ബി, എ യൂണിയൻ ബി എന്ന സെറ്റ് അല്ലാതിരിക്കാനുള്ള സാധ്യത എന്നതാണ് ഇതിന്റെ അർത്ഥം. ഇതിനെ നമ്മൾ 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി എന്നാണ് എഴുതുക. എ യൂണിയൻ ബി ഹോൾ ഡാഷിനെ നമ്മൾ എങ്ങനെയാണ് എഴുതുക? യൂണിവേഴ്സൽ സെറ്റ് മൈനസ് എ യൂണിയൻ ബി. അതായത് യൂണിവേഴ്സൽ സെറ്റിൽ ഉള്ളതും എ യൂണിയൻ ബി എന്ന സെറ്റിൽ ഇല്ലാത്തതുമായ എലമെന്റ്സ് എന്നാണ് എഴുതുക. പ്രോബബിലിറ്റിയുടെ കേസ് വരുന്ന സമയത്ത് യൂണിവേഴ്സൽ സെറ്റിന് പകരം 1 എന്നാണ് ഉപയോഗിക്കുക. 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി എന്നാണ് എഴുതുക. ഇനി എ ഡാഷ് ആയിരുന്നെങ്കിലോ? അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പി ഓഫ് എ ഡാഷ് ആയിരുന്നെങ്കിലോ? 1 മൈനസ് പി ഓഫ് എ എന്നാണ് എഴുതുക. ഇനി 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, 7/12. 1 മൈനസ് 7/12 നമ്മൾ ഇക്വേഷൻ വെച്ച് കാൽക്കുലേറ്റർ വെച്ച് ചെയ്യുകയാണെങ്കിൽ 5/12 എന്ന് കിട്ടും. രണ്ടാമത്തെ ചോദ്യം,
If A equal to set A, B, C, then write power set P of A. If the number of subsets with two elements of a set P is 10, then find the total number of elements in set P. Find the number of elements in the power set of P. A equal to set A, B, C ആയാൽ പവർ സെറ്റ് P of A എഴുതുക. P എന്ന സെറ്റിന്റെ 2 അംഗങ്ങളുള്ള സബ്സെറ്റുകളുടെ എണ്ണം 10 ആയാൽ P യുടെ ആകെ അംഗങ്ങളുടെ എണ്ണം കാണുക. P യുടെ പവർ സെറ്റിലെ അംഗങ്ങളുടെ എണ്ണം കാണുക. ആദ്യത്തെ ചോദ്യം എന്താണ്? എ എന്നൊരു സെറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. സെറ്റ് എ, ബി, സി. നമുക്ക് ഇതിന്റെ പവർ സെറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. എന്താണ് പവർ സെറ്റ് എന്ന് പറയുന്നത്? കളക്ഷൻ ഓഫ് സബ്സെറ്റ്സ്, അതായത് ഒരു സെറ്റിന്റെ എല്ലാ സബ്സെറ്റുകളുടെയും കളക്ഷൻ ആണ് നമ്മൾ പവർ സെറ്റ് എന്ന് പറയുന്നത്. പവർ സെറ്റ് പി ഓഫ് എ ഈക്വൽ ടു, ഒരു സെറ്റിന്റെ ഉള്ളിലാണ് നമ്മൾ ഈ സബ്സെറ്റുകളെ എഴുതുക. ഏതൊരു സെറ്റിന്റെയും ആദ്യത്തെ സബ്സെറ്റ് എന്ന് പറയുന്നത് എം ടി സെറ്റ് ആണ്, 5. അതിനുശേഷം നമുക്ക് ഈ സെറ്റിലെ ഓരോ എലമെന്റ്സിനെയും ഓരോ സെറ്റുകളാക്കി എഴുതാം. സെറ്റ് എ, സെറ്റ് ബി, സെറ്റ് സി. ഇനി ഇതിലെ പെയേഴ്സ് ആയിട്ട് എന്ത് ചെയ്യാം? എഴുതും. എ ബി എന്നൊരു സെറ്റ്, എ സി എന്നൊരു സെറ്റ്, ബി സി എന്നൊരു സെറ്റ്. ഇനി ഇത് മൂന്നും ഒരുമിച്ച് ഒരു സെറ്റാക്കി എഴുതാം. എ ബി സി. ഇത്രയും സബ്സെറ്റുകളാണ് ഈ സെറ്റ് എക്കുള്ളത്. അപ്പോൾ പവർ സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് എഴുതി? 5, സെറ്റ് എ, സെറ്റ് ബി, സെറ്റ് സി, സെറ്റ് എ ബി, സെറ്റ് എ സി, സെറ്റ് ബി സി, സെറ്റ് എ ബി സി. ഇതാണ് എ എന്ന സെറ്റിന്റെ പവർ സെറ്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം. ഇഫ് ദ നമ്പർ ഓഫ് സബ്സെറ്റ്സ് വിത്ത് 2 elements ഓഫ് എ സെറ്റ് പി ഈസ് 10. പി എന്നൊരു സെറ്റ് ഉണ്ട്. ആ സെറ്റിന്റെ സബ്സെറ്റുകൾ നമ്മൾ ഇതുപോലെ എഴുതുകയാണെങ്കിൽ അതിൽ 2 എലമെന്റ്സുകൾ ഉള്ള സബ്സെറ്റുകൾ, ഇവിടെ ഇപ്പൊ ഏതൊക്കെയാ? എ ബി, എ സി, പി സി. ഇവയാണ് 2 എലമെന്റ്സുകൾ ഉള്ള സബ്സെറ്റുകൾ. അങ്ങനെ 2 എലമെന്റ്സുകൾ ഉള്ള സബ്സെറ്റുകൾ 10 എണ്ണമാണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സെറ്റ് പി. അങ്ങനെയാണെങ്കിൽ ആ പി എന്ന സെറ്റിലെ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് കണ്ടുപിടിക്കണം. ഇവിടെ ഇപ്പൊ പവർ സെറ്റിൽ നമ്മൾ എഴുതിയപ്പോൾ 2 എലമെന്റ്സ് ഉള്ള 1, 2, 3 സബ്സെറ്റുകളാണ് ഉള്ളത്. എ എന്ന സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 1, 2, 3. ഇനി സപ്പോസ് 4 എലമെന്റ്സ് ഉണ്ടെന്ന് വെക്കുക, എ ബി സി ഡി. അങ്ങനെയാണെങ്കിൽ 2 എലമെന്റ്സ് ഉള്ള എത്ര സബ്സെറ്റുകൾ വരും? എ ബി, എ സി, എ ഡി, ബി സി, ബി ഡി, സി ഡി. ഇത്രയും സബ്സെറ്റുകൾ 2 എലമെന്റ്സ് ഉള്ളത് വരും. അതായത് ഇവിടെ എത്ര എലമെന്റ്സ് ആണുള്ളത്? 4 എലമെന്റ്സ് ആണ് ഈ സെറ്റിലുള്ളത്. 4 എലമെന്റ്സ് ഉള്ള സെറ്റിന് 6 സബ്സെറ്റുകൾ വന്നു. അതായത് 2 എലമെന്റ്സുകൾ ഉള്ള 6 സബ്സെറ്റുകൾ വന്നു. ഇനി നമുക്ക് 5 എലമെന്റ്സ് ഉള്ള ഒരു സെറ്റ് എഴുതാം. അതിന്റെ സബ്സെറ്റുകൾ, അതായത് 2 എലമെന്റ്സ് ഉള്ള സബ്സെറ്റുകൾ ഇതുപോലെ എഴുതി കഴിഞ്ഞാൽ എങ്ങനെ വരും? ആദ്യം എ ബി, എ സി, എ ഡി, എ ഇ, ബി സി, ബി ഡി, ബി ഇ, സി ഡി, സി ഇ, ഡി ഇ. എത്ര സബ്സെറ്റുകൾ കിട്ടി? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 സബ്സെറ്റുകൾ, 2 എലമെന്റ്സ് ഉള്ള 10 സബ്സെറ്റുകൾ കിട്ടി. അപ്പൊ അവിടുത്തെ സെറ്റിന്റെ എലമെന്റ്സുകൾ എത്രയാണ്? 5 എലമെന്റ്സ്. 5 എലമെന്റ്സ് ഉള്ള ഒരു സെറ്റിന് 10 സബ്സെറ്റുകൾ ഉണ്ട്. 2 എലമെന്റ്സ് വന്നിട്ടുള്ള 10 സബ്സെറ്റുകൾ ഉണ്ട് എന്ന് നമുക്ക് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ സെറ്റ് പിയിൽ എത്ര എലമെന്റ്സ് ഉണ്ടായിരുന്നു? 5 എണ്ണം. ഇനി ഇങ്ങനെയല്ലാതെ വളരെ ഈസി ആയിട്ട് ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ് ഉണ്ട്. പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന പാഠഭാഗത്തിലാണ് നമ്മൾ അത് പഠിക്കുന്നത്. അത് നമ്മൾ പഠിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ മെത്തേഡ് വെച്ച് ഇവിടെ സോൾവ് ചെയ്തത്. പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മൾ ഉപയോഗിക്കുക കോമ്പിനേഷൻ ടെക്നിക്കാണ്. NCR എന്നാണ് കോമ്പിനേഷൻ ടെക്നിക്കിനെ സൂചിപ്പിക്കുന്നത്. അതായത് NCRന് പകരം ഞാനൊരു എക്സാമ്പിൾ എഴുതാൻ 10C2. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ക്ലാസ്സിൽ 10 സ്റ്റുഡൻസ് ഉണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു? 2 സ്റ്റുഡൻസിനെ വീതമായി വിളിക്കുകയാണ്. ഏതൊക്കെ തരത്തിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം അല്ലെ? ആദ്യത്തെ കുട്ടിയെയും അവസാനത്തെ കുട്ടിയെയും ഒരുമിച്ച് വിളിക്കാം, അല്ലെങ്കിൽ ആദ്യത്തെ കുട്ടിയെയും മൂന്നാമത്തെ കുട്ടിയെയും ഒരുമിച്ച് വിളിക്കാം. അങ്ങനെ പല രീതിയിലുള്ള അറേഞ്ച്മെന്റ്സ് അവിടെ വരാം. അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് എത്ര വരാം എന്ന് കണ്ടുപിടിക്കാനാണ് ഈ കോമ്പിനേഷൻ ടെക്നിക്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 10C2
അല്ലെങ്കിൽ NCRന്റെ ഇക്വേഷൻ എന്താണെന്ന് അറിയോ? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു ആർ ഫാക്ടോറിയൽ. ഇതാണ് അതിന്റെ ഇക്വേഷൻ. അപ്പോൾ NCR ഇവിടെ നമുക്ക് അതെങ്ങനെയാണ് ഈ കോമ്പിനേഷൻ ടെക്നിക്ക് ഇവിടെ നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കാൻ സാധിക്കുക? n എന്ന് പറയുന്നത് നമ്മുടെ സെറ്റില് P എന്ന സെറ്റിലെ ടോട്ടൽ എലമെന്റ്സിനെയാണ്. അതായത് നമുക്ക് n ആണ് കണ്ടുപിടിക്കേണ്ടത്. R എന്ന് പറയുന്നത് എന്താണ്? എത്ര വീതമായിട്ടാണ് എടുക്കുന്നത്? ഇവിടെ 2 എലമെന്റ്സ് വീതമായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ R എന്ന് പറയുന്നത് 2 ആണ്. ഈ NCR ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരമാണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ള 10 സബ്സെറ്റുകൾ. ഓക്കെ, അപ്പൊ എന്തെഴുതും? NC2 ഈക്വൽ ടു 10. അതായത് n എലമെന്റ്സുകൾ, n ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സുകൾ 2 എണ്ണം വീതം എടുക്കുകയാണെങ്കിൽ 10 പെയറുകൾ കിട്ടും. അതാണ് ഇതിന്റെ അർത്ഥം. ഇനി NC2 ഈ ഇക്വേഷൻ ഉപയോഗിച്ച് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് n-ന്റെ വാല്യൂ 5 എന്ന് കിട്ടും. ഇങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യേണ്ടത്. പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന പാഠഭാഗം പഠിക്കാത്തത് കൊണ്ടാണ് ഈ രീതിയിൽ ഇത് സോൾവ് ചെയ്യുന്നതായിട്ട് കാണിച്ചത്. ഇനി മൂന്നാമത്തെ ചോദ്യം, ഫൈൻഡ് ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ പവർ സെറ്റ് ഓഫ് P. അതായത് P എന്നൊരു സെറ്റ് 5 എലമെന്റ്സ് ഉള്ള സെറ്റ് ആണെന്ന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. ഇനി P-ന്റെ പവർ സെറ്റ് എഴുതുകയാണെങ്കിൽ, അതായത് P-ന്റെ എല്ലാ സബ്സെറ്റുകളുടെയും കളക്ഷനായ പവർ സെറ്റ് എഴുതുകയാണെങ്കിൽ ആ പവർ സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ടാകും? ഇവിടെ A എന്ന സെറ്റിൽ 3 എലമെന്റ്സ് ഉണ്ടായപ്പോൾ പവർ സെറ്റിൽ എത്ര എലമെന്റ്സ് ആണ് ഉണ്ടായത്? 1, 2, 3, 4, 5, 6, 7, 8 എലമെന്റ്സ് ആണ് പവർ സെറ്റിൽ ഉണ്ടായത്. പവർ സെറ്റിലെ എലമെന്റ്സ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. നമ്പർ ഓഫ് elements in the power set equal to 2 raised to n. n എന്ന് പറയുന്നത് ആ സെറ്റിലെ നമ്പർ ഓഫ് എലമെന്റ്സുകളെയാണ്. അപ്പോൾ ഈ P എന്ന സെറ്റിലെ പവർ സെറ്റിന്റെ എലമെന്റ്സുകളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാം? 2 raised to 5 എത്രയാണ്? 32. അപ്പോൾ P എന്ന സെറ്റിന് പവർ സെറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എത്ര നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടാവും? 32. അടുത്ത ചോദ്യം, കൺസിഡർ വെൻ ഡയഗ്രാം ഓഫ് ദ യൂണിവേഴ്സൽ സെറ്റ് U ഈക്വൽ ടു 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13. Write sets A, B in roster form. Verify A union B whole dash equal to A dash intersection B dash. Find n of A intersection B whole dash. U equal to set 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 എന്ന യൂണിവേഴ്സൽ സെറ്റിൽ വെൻ ഡയഗ്രാം പരിഗണിക്കുക. എ ബി എന്ന സെറ്റുകളുടെ റോസ്റ്റർ ഫോം എഴുതുക. എ യൂണിയൻ ബി ഹോൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് തെളിയിക്കുക. എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഹോൾ ഡാഷ് കാണുക. ഇവിടെ നമുക്കൊരു വെൻ ഡയഗ്രാം തന്നിട്ടുണ്ട്. ഈ വെൻ ഡയഗ്രാമിൽ 2 സർക്കിൾസ് തന്നിട്ടുണ്ട്. ഈ വെൻ ഡയഗ്രാമിൽ ആദ്യം വരുന്ന സ്ക്വയർ അഥവാ ചതുരം എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? യൂണിവേഴ്സൽ സെറ്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ ഉള്ളിൽ വരുന്ന സർക്കിൾസ് അഥവാ വൃത്തങ്ങൾ യൂണിവേഴ്സൽ സെറ്റിന്റെ കീഴിൽ വരുന്ന സെറ്റുകളെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ ഈ സർക്കിൾ സെറ്റ് എയിനെയും ഈ സർക്കിൾ സെറ്റ് ബിയിനെയുമാണ് സൂചിപ്പിക്കുന്നത്. ഇനി ആദ്യത്തെ ചോദ്യം, റൈറ്റ് സെറ്റ്സ് എ ബി ഇൻ റോസ്റ്റർ ഫോം. റോസ്റ്റർ ഫോം എന്ന് പറയുന്നത് എന്താണ്? ഒരു സെറ്റിലെ എലമെന്റ്സിനെ കോമയിട്ട് 2 ബ്രേസസിന്റെ ഉള്ളിലാക്കി എഴുതുന്നതിനെയാണ് നമ്മൾ റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. ഈ വെൻ ഡയഗ്രാം നോക്കി നമുക്ക് എയിന്റെയും ബിയിന്റെയും റോസ്റ്റർ ഫോം എഴുതണം. ആദ്യം നമുക്ക് എയിന്റെ എഴുതാം. അതെങ്ങനെയാണ് എഴുതുക? എ എന്ന സർക്കിൾ അഥവാ വൃത്തം ഇതാണ്. ആ വൃത്തത്തിന്റെ അകത്ത് വരുന്ന എല്ലാ എലമെന്റ്സും എഴുതിയാൽ എയിന്റെ റോസ്റ്റർ ഫോം ആവും. ഇവിടെ ഏതൊക്കെയാണുള്ളത്? 6, 10, 3, 4 ഇത്രയും എലമെന്റ്സ് ആണ് എ എന്ന സർക്കിളിന്റെ ഉള്ളിൽ വരുന്നത്. അതെല്ലാം എഴുതുകയാണ്. 3, 4, 6, 10. ഇനി ബി എന്ന സെറ്റിന്റെ റോസ്റ്റർ ഫോം. ബി എന്ന സർക്കിളിന്റെ ഉള്ളിലെ എല്ലാ എലമെന്റ്സും 2, 5, 11, 3, 4 2, 3, 4, 5, 11. അടുത്ത ചോദ്യം, വെരിഫൈ എ യൂണിയൻ ബി ഹോൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. ഇതിനെന്താ പറയുക? ഡി മോർഗൻസ് ലോ എന്നാണ് പറയുക. ചില സമയങ്ങളിൽ വെരിഫൈ ഡി മോർഗൻസ് ലോ എന്നാണ് പറയുക. ഇക്വേഷൻ നമ്മളായിട്ട് എടുത്തെഴുതണം. ഇവിടെ നമുക്ക് നേരിട്ട് ഇക്വേഷൻ തന്നിട്ടുണ്ട്. എ യൂണിയൻ ബി ഹോൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. ഇതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. ഇതെങ്ങനെയാണ് തെളിയിക്കുക? ആദ്യം നമുക്ക് ഈ സെറ്റ് കണ്ടുപിടിക്കണം. അതിനുശേഷം നമുക്ക് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് എന്ന സെറ്റ് കണ്ടുപിടിക്കണം. അത് ഈക്വൽ ആണെന്ന് തെളിയിക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ യൂണിയൻ ബി ഹോൾ ഡാഷ് ആണ്. അപ്പൊ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ളത് കണ്ടുപിടിക്കാം. എ യൂണിയൻ ബി. യൂണിയൻ ഓപ്പറേഷന്റെ പ്രത്യേകത എന്താണ്? എ എന്ന സെറ്റിലെയും ബി എന്ന സെറ്റിലെയും എല്ലാ എലമെന്റ്സും എഴുതുന്നതിനെയാണ് നമ്മൾ എ യൂണിയൻ ബി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എ എന്ന സെറ്റിലെ എലമെന്റ്സ് എഴുതാം. 3, 4, 6, 10.
പിന്നെ 2, 3, 4 നമ്മളിവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, അത് വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. 5, 11. അപ്പോൾ എ യൂണിയൻ ബി എന്ന സെറ്റിലെ എലിമെന്റ്സ് ഏതൊക്കെയാണ്? 3, 4, 6, 10, 2, 5, 11. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ യൂണിയൻ ബി ഹോൾ ഡാഷ് ആണ്. എന്താണ് എ യൂണിയൻ ബി ഹോൾ ഡാഷ് എന്ന് പറയുന്നത്? യൂണിവേഴ്സൽ സെറ്റ് മൈനസ് എ യൂണിയൻ ബി. അതായത് യൂണിവേഴ്സൽ സെറ്റിൽ ഉള്ളതും എ യൂണിയൻ ബി എന്ന സെറ്റിൽ ഇല്ലാത്തതുമായ എലമെന്റ്സുകളെയാണ് നമ്മൾ എ യൂണിയൻ ബി ഹോൾ ഡാഷ് എന്ന് പറയുന്നത്. യൂണിവേഴ്സൽ സെറ്റിൽ നമുക്കറിയാം 1 മുതൽ 13 വരെയുള്ള എല്ലാ സംഖ്യകളും ഉണ്ട്. അപ്പോൾ 1 എ യൂണിയൻ ബിയിൽ ഉണ്ടോ? ഇല്ല. അപ്പൊ 1 എഴുതി. 2, 3, 4, 5, 6 എന്തിലുണ്ട്? എ യൂണിയൻ ബിയിലുണ്ട്. 7 ഇല്ല, അപ്പൊ 7 എഴുതി. 8 ഇല്ല, 9 ഇല്ല, 10ഉം 11ഉം ഉണ്ട്, അതുകൊണ്ട് അത് എഴുതാൻ സാധിക്കില്ല. 12, 13. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റിൽ ഉള്ളതും എ യൂണിയൻ ബി എന്ന സെറ്റിൽ ഇല്ലാത്തതുമായ എലമെന്റ്സുകൾ ഏതൊക്കെയാണ്? 1, 7, 8, 9, 12, 13. അടുത്തതായി കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. ആദ്യം തന്നെ എ ഡാഷ് ആണ് കണ്ടുപിടിക്കുന്നത്. എ ഡാഷ് എന്ന് പറയുന്നത് എന്താ? യൂണിവേഴ്സൽ സെറ്റിൽ ഉള്ളതും എ എന്ന സെറ്റിൽ ഇല്ലാത്തതുമായ എലമെന്റ്സ്. എ എന്ന സെറ്റിൽ 3, 4, 6, 10 എന്നീ എലമെന്റ്സുകളാണ് ഉള്ളത്. അതല്ലാത്ത യൂണിവേഴ്സൽ സെറ്റിലുള്ള എലമെന്റ്സുകൾ ഏതൊക്കെയാ? 1, 2, 5, 7, 8, 9, 11, 12, 13. ഇനി അടുത്തതായിട്ട് പി ഡാഷ്. പി ഡാഷ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റിൽ ഉള്ളതും ബി എന്ന സെറ്റിൽ ഇല്ലാത്തതുമായ എലമെന്റ്സ്. ബി എന്ന സെറ്റിലുള്ള എലമെന്റ്സ് ഏതൊക്കെയാ? 2, 3, 4, 5, 11. ഇതല്ലാതെ യൂണിവേഴ്സൽ സെറ്റിലുള്ള എലമെന്റ് 1, 6, 7, 8, 9, 10, 11 ബി എന്ന സെറ്റിലുണ്ട്. 12, 13. അപ്പോൾ എ ഡാഷും ബി ഡാഷും കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. എന്താണ് ഇന്റർസെക്ഷൻ ഓപ്പറേഷന്റെ പ്രത്യേകത? എ ഡാഷ് എന്ന സെറ്റിലും ബി ഡാഷ് എന്ന സെറ്റിലും കോമൺ ആയിട്ടുള്ള എല്ലാ എലമെന്റ്സും എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് എന്ന സെറ്റിൽ ഉണ്ടാവും. ഇവിടെ 1, 2 സെറ്റിലുണ്ട്, അപ്പൊ നമ്മൾ 1 എഴുതി. 2 ഇല്ല, 5ഉം ഇല്ല, 7ഉം 2 സെറ്റിലും കോമൺ ആയിട്ടുണ്ട്. 8, 9 2 സെറ്റിലും കോമൺ ആയിട്ടുണ്ട്. 12ഉം 13ഉം 2 സെറ്റിലും കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് ഏതൊക്കെയാണ്? 1, 7, 8, 9, 12, 13. നമുക്ക് എ യൂണിയൻ ബി ഹോൾ ഡാഷ് എന്താ കിട്ടിയത്? 1, 7, 8, 9, 12, 13. അതായത് എ യൂണിയൻ ബി ഹോൾ ഡാഷും എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷും നമുക്ക് കിട്ടിയത് ഒരേ സെറ്റാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എ യൂണിയൻ ബി ഹോൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് ഈക്വൽ ടു സെറ്റ് 1, 7, 8, 9, 12, 13. ഇങ്ങനെയാണ് ഡി മോർഗൻസ് ലോ വെരിഫൈ ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം, എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഹോൾ ഡാഷ്. എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക? നമുക്കറിയാം എ ഇന്റർസെക്ഷൻ ബി ഹോൾ ഡാഷിനെ നമ്മൾ എങ്ങനെയാണ് എഴുതുക? യൂണിവേഴ്സൽ സെറ്റിൽ ഉള്ളതും എ ഇന്റർസെക്ഷൻ ബി എന്ന സെറ്റിൽ ഇല്ലാത്തതുമായ എലമെന്റ്സ്. അപ്പൊ നമ്മൾ ഇതിനെ എൻ ഓഫ് ഇട്ട് കൊടുക്കണം. എൻ ഓഫ് യൂണിവേഴ്സൽ സെറ്റ് മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. യൂണിവേഴ്സൽ സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 13 എലമെന്റ്സ് ഉണ്ട്. ഇനി എ ഇന്റർസെക്ഷൻ ബി എന്ന സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? അത് നമ്മൾ ആദ്യം എ ഇന്റർസെക്ഷൻ ബി എന്ന സെറ്റ് കണ്ടുപിടിക്കണം. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ്? എ എന്ന സെറ്റിലും ബി എന്ന സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സുകൾ. ഇവിടെ എ എന്ന സെറ്റിലും ബി എന്ന സെറ്റിലും കോമൺ ആയിട്ട് എത്ര എലമെന്റ്സുകൾ ഉണ്ട്? 3, 4 2 എലമെന്റ്സ് മാത്രമാണ് എ ഇന്റർസെക്ഷൻ ബിയിൽ ഉള്ളത്. അതായത് എയിലും ബിയിലും കോമൺ ആയിട്ട് 3, 4 എന്നീ 2 എലമെന്റ്സുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ ബി, അതായത് എ ഇന്റർസെക്ഷൻ ബി എന്ന സെറ്റിലെ എലമെന്റ്സുകൾ എത്രയാണ്? 2. 13ൽ നിന്ന് 2 പോയാൽ 11. അതായത് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഹോൾ ഡാഷ് എന്ന് പറയുന്നത് 11 ആണ്. എ ഇന്റർസെക്ഷൻ ബി ഹോൾ ഡാഷ് എന്ന സെറ്റിലെ എലമെന്റ്സുകൾ 11 എണ്ണമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ 2019 +1 ഫൈനൽ എക്സാമിന്റെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ചർച്ച ചെയ്യുന്നതാണ്. താങ്ക്